വാർത്തകളിലേക്ക് വിശദമായി. ഉദ്യോഗാർത്ഥികളുടെ സമരത്തിൽ ഉലഞ്ഞ് സർക്കാർ. സമരം ഒത്തുതീർപ്പാക്കാനുള്ള തിരക്കിട്ട കൂടിയാലോചനകളിലാണ് സർക്കാർ കേന്ദ്രങ്ങൾ. എന്നാൽ എങ്ങനെ സമരം തീർക്കും എന്ന ചോദ്യത്തിന് സർക്കാരിന് മുന്നിൽ ഇപ്പോഴും ഉത്തരവില്ല. സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി സമരം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കങ്ങളിലാണ് ഉദ്യോഗാർത്ഥികളും പ്രതിപക്ഷവും. എന്റെ സുഹൃത്തെ, ഞാൻ ഇത്രയും നേരം നിങ്ങളോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും എന്നെ സഹായിക്കാൻ പറ്റിയില്ലല്ലോ. എന്ത് ചെയ്യണമെന്ന് എന്റെ സുഹൃത്തെ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഉപദേശം എനിക്ക് തന്നിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഞാനത് നോക്കിയാണ്. ഇതാണ് സർക്കാരിന്റെ അവസ്ഥ. സമരം നീണ്ടുപോകുന്നത് നല്ലതല്ലെന്ന തിരിച്ചറിവ് സർക്കാരിനുണ്ട്. പക്ഷേ തീർക്കാനുള്ള വഴികൾ അറിയില്ല. യുവജനങ്ങളുടെ രോഷത്തിനൊപ്പം കുടുംബങ്ങളിലും സർക്കാർ വിരുദ്ധ വികാരത്തിന് സമരം വഴിവെക്കുമെന്നാണ് ആശങ്ക. CPI യുവജന സംഘടനയായ AIYF നേതാക്കളും സമരം ഒത്തുതീർക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമരത്തിനു പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന വാദം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിനു കഴിഞ്ഞിട്ടില്ല. മന്ത്രിതല ചർച്ച എന്ന സമരക്കാരുടെ ആവശ്യം സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തണമെന്നും ആവശ്യമുണ്ട്. സമരം പ്രതിപക്ഷ സംഘടനകൾ ഏറ്റെടുത്തതോടെയാണ് സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായത്. UDF-ന്റെയും BJP-യുടെയും പ്രധാന നേതാക്കൾ സമരകേന്ദ്രത്തിൽ നിത്യസന്ദർശകരായി മാറുന്നതും സർക്കാരിന്റെ സമ്മർദ്ദമേറ്റുന്നു. സമരം അക്രമത്തിലേക്ക് മാറുമെന്നും അനിഷ്ട സംഭവങ്ങൾക്കിടയാക്കുമെന്നുമുള്ള ആശങ്കയുമുണ്ട്. ഇന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാകും. ഉദ്യോഗാർത്ഥികളും വ്യത്യസ്തമായ സമരമുറകളാണ് ആസൂത്രണം ചെയ്യുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ഉമേഷ് ബാലകൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഉമേഷ്, ഇന്നുവരെ കാണാത്ത വിധത്തിലുള്ള സഹന സമരം, ആ സഹന സമരം തന്നെ മുട്ടിലിഴഞ്ഞ് അതോടൊപ്പം തന്നെ ഭിക്ഷയാചിച്ച് അത്തരത്തിലുള്ള സമരങ്ങളൊക്കെ നമ്മൾ കാണുന്നു. എങ്ങനെയാണ് സമരം കൂടുതൽ കാരണം 22 ദിവസമായിരിക്കുന്നു. ഈ സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. എന്താണ് അവർ പറയുന്നത്? അതേക്കുറിച്ച് എങ്ങനെയാണ് ഇനിയുള്ള സമരത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്? ഇന്നും സമരം ശക്തമായി തന്നെ തുടരാൻ തന്നെയാണ് സമരക്കാരുടെ തീരുമാനം. ഇത് LGS, അതായത് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെയാണ് സമരം 22ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നത്. കൂടാതെ CPO റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരുടെ സമരം ഇന്ന് 11ാം ദിവസത്തിലേക്ക് കടന്നു. ഇത് കൂടാതെ തൊട്ട് അടുത്ത് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സമരം അത് ഇന്ന് 3ാം ദിവസത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഇന്ന് വിവിധ മാർച്ചുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതായത് യുവമോർച്ചയുടെ മാർച്ച് 12 മണിക്കുണ്ട് സെക്രട്ടേറിയറ്റിലേക്ക്. KSUവിന്റെ മാർച്ച് ഇന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് എങ്ങനെയാ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത്? എങ്ങനെയാ ഇന്നത്തെ ഒരു സമര രീതി? ഇന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയതൊന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം ഇന്നിപ്പോൾ എന്തൊക്കെയോ മാർച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പറഞ്ഞു കേൾക്കുന്നുണ്ട്, അറിയില്ല. നമ്മുടെ മാർച്ചുകളെല്ലാം വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഉദ്യോഗാർത്ഥികളെ ബാരിക്കേഡിന് ഉള്ളിലായിട്ട് തന്നെ നിർത്തിയിട്ടുള്ള സമരങ്ങൾ തന്നെയാണ് ഇന്ന് ചെയ്യുന്നുള്ളൂ. എന്തായാലും സമരം ഞങ്ങൾ തുടരുക തന്നെയാണ്. ഇത് 22ാം തീയതി മുതൽ ഞങ്ങൾ അനിശ്ചിതകാല നിരാഹാരം പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ചെയ്യും. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് കിട്ടുകയാണെങ്കിൽ തീരുമാനങ്ങളിൽ നിന്ന് ഞങ്ങൾ പിൻവലിക്കും. ഏതെങ്കിലും പ്രതീക്ഷ ചർച്ചയ്ക്ക് വരുമോ എന്നുള്ള പ്രതീക്ഷ? ഇല്ല, നമ്മൾ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. കാരണം കോടതി വിധിയുള്ള തസ്തികകളിലേക്ക് ഞങ്ങളിൽ നിന്ന് എടുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം എന്തുകൊണ്ടും അതൊരു എന്താ പറയുക, നീതിന്യായത്തെ കൂടി അംഗീകരിക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പം അതെന്തുകൊണ്ടാണ് ഇവരതിന് വിമുഖത കാണിക്കുന്നത്? അതോ ആദ്യം പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്, എന്താണെന്ന് മനസ്സിലാക്കില്ല. പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം എന്തായാലും ഒരു നീതി അല്ലെങ്കിൽ ഒരു നിയമം ഈ നാട്ടിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് അർഹമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. എന്തായാലും സമരക്കാർ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്ന് മറ്റ് സമരങ്ങൾ, അതായത് യുവമോർച്ചയുടെ സമരം വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ബൈക്ക് റാലി, ഇന്ന് വിവിധ ജില്ലകളിൽ നിന്നുള്ള ബൈക്ക് റാലി ഇവിടെ വരുന്നുണ്ട്. അതാണ് ഉമേഷ്. കാരണം പ്രതിപക്ഷ സംഘടനകളും ഉദ്യോഗാർത്ഥികൾക്കൊപ്പം പ്രതിപക്ഷ സംഘടനകളും സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമാണെങ്കിൽ DYFIയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ചർച്ച മാത്രമല്ലാതെ മറ്റൊരു വിധത്തിലുള്ള ചർച്ചയും നടത്തിയതുമില്ല. എന്താണ് സർക്കാരിന്റെ അടുത്ത നീക്കം? ഇപ്പോൾ തോമസ് ഐസക് നമ്മൾ നേരത്തെ കാണിച്ച വാർത്തയിൽ പറയുന്നു, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങൾ പറയൂ. അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥയിൽ സർക്കാർ നിൽക്കുകയാണോ? അതോ അതിനപ്പുറത്തേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് സമരം കടക്കുമ്പോൾ സർക്കാരും ഇതിന് ഏതെങ്കിലും വിധത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ആലോചിക്കുന്നുണ്ടോ?
എന്തായാലും സർക്കാരിന് ഈ സമരം ഇതേ രീതിയിൽ തുടർന്ന് കൊണ്ടുപോകുന്നതിന് താല്പര്യമില്ല. പക്ഷേ അതിനൊരു പരിഹാര മാർഗം കണ്ടെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായി ഇവർ പറയുന്നത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, അതായത് CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർ പറയുന്നത് അവർക്ക് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തണമെന്നുള്ളതാണ്. ഇവർ ഇത്തരത്തിൽ ജോലി അല്ലെങ്കിൽ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇവരുമുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നിലവിൽ ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ രീതിയിലുള്ള സമര കോലാഹലങ്ങളുമായി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അത് മാത്രമല്ല ഒരു രാഷ്ട്രീയ സമരമല്ല. ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയക്കാർ ഇതിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു എങ്കിൽ പോലും അതൊന്നും അത്തരത്തിൽ ആ ഒരു ആരോപണം ഉയർത്തി ഈ സമരത്തിൻ്റെ ശക്തി കുറയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് ഓരോ ദിവസവും തീവ്രമായി അല്ലെങ്കിൽ കൂടുതൽ ശക്തി ആർജിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. കൂടുതൽ പിന്തുണ സമരങ്ങൾക്ക് ഉണ്ടാകുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇതേ രീതിയിൽ സമരം തുടർന്നു പോയി കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നുള്ള വ്യക്തമായ സന്ദേശം സർക്കാരിന് തന്നെ ലഭിച്ചിട്ടുമുണ്ട്. ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ച് ഒരുപക്ഷെ സർക്കാർ തലത്തിലൊരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ സമരക്കാർക്കുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇപ്പോഴും സർക്കാരിൻ്റെ മുന്നിൽ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം അത്തരത്തിലൊരു പരിഹാര മാർഗം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ചർച്ചകൾ നടത്താനുള്ള സാധ്യത അല്ലെങ്കിൽ അത്തരം ഒരു മുൻകൈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളും MLA-മാരുമായിട്ടുള്ള ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ ശബരിനാഥും നടത്തുന്ന ഉപവാസ സമരവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്നുണ്ട്. മറ്റു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യത്ത് ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ നിർബന്ധിത ഫാസ്ടാഗ് സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ്. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ടോൾ കടക്കണമെങ്കിൽ പിഴ അടയ്ക്കേണ്ട സാഹചര്യമാണുള്ളത്. ടോൾ പ്ലാസകളിലൊക്കെ തന്നെ ഇന്ന് വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കാണാൻ കഴിയുന്നത്. തൃശ്ശൂർ പാലിയേക്കരയിലാണ് ഏറ്റവും വലിയ തിരക്കുള്ളത്. അതോടൊപ്പം തന്നെ അരൂർ കുമ്പളം ടോൾ പ്ലാസ, അവിടെ നിന്നും MS അനീഷ് കുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ എന്താണ് ടോൾ പ്ലാസയിലെ അവസ്ഥ? രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു, ഇപ്പോൾ തിരക്കുണ്ടോ? എന്താണ് യാത്രക്കാരൊക്കെ പറയുന്നത് അനീഷ്? സുരേഷ്, ഫാസ്ടാഗ് നിർബന്ധമാക്കിയ ശേഷം ഇന്നലെ അർദ്ധരാത്രി മുതൽ ആ നിയമം കർശനമായി നടപ്പിലാക്കിയിരിക്കുകയാണ്. നമ്മൾ ഈ കുമ്പളം ടോൾ പ്ലാസയിൽ കാണുന്ന ആദ്യഘട്ടങ്ങളിൽ കാണുന്ന എല്ലാ ടോൾ ഗേറ്റുകളിലൂടെയും വാഹനങ്ങൾ ഇപ്പോൾ സുഗമമായി കടന്നു പോകുന്നു എന്നാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. രാവിലെ അല്പം തിരക്ക് പല ബൂത്തുകളിലും അനുഭവപ്പെട്ടെങ്കിൽ പോലും ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ടോൾ പ്ലാസയിൽ ഒരു വരി പൂർണ്ണമായും ഇപ്പോൾ ഈ ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനായി പൂർണ്ണമായും നീക്കിവെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മറ്റ് വരികളിലൂടെ അവ കടന്നു പോകുന്നില്ല. ഈ വരിയിലൂടെ വരുമ്പോൾ ഇരട്ടി തുകയാണ് പിഴയായി ഈടാക്കുന്നത്. അതായത് കാറിന് 40 രൂപയാണെങ്കിൽ 80 രൂപ കാറുകൾക്ക് ഈടാക്കിയാണ് ഈ വരിയിലൂടെ വാഹനങ്ങളെ കടത്തിവിടുന്നത്. ചില പരാതികളും ഈ വാഹന ഉടമകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നേരത്തെ വാങ്ങിയ ഫാസ്ടാഗുകൾ കാര്യമായി ഇടയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഇവിടെ വരുമ്പോൾ ബാലൻസ് ഇല്ല എന്ന് പറയുന്നു. ഇതേ തുടർന്ന് ഇരട്ടി തുക പിഴ നൽകേണ്ടി വരുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം ചില വാഹന ഉടമകൾക്ക് ഫാസ്ടാഗ് റീചാർജ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാവുന്നില്ല. പലയിടങ്ങളിലും റീചാർജ് ചെയ്യാനായി എത്തുമ്പോൾ അവിടെ സെർവർ ബിസിയാണ് അല്ലെങ്കിൽ ഹാങ്ങായി നിൽക്കുന്നു എന്നുള്ള അടക്കമുള്ള പരാതികൾ പറയുന്നു. അതുകൊണ്ട് ഇത് റീചാർജ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന പരാതിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ കാണുന്നത് പിഴ അടച്ച് ഫാസ്ടാഗ് കൊടുക്കാത്ത വരുമ്പോൾ പിഴ അടച്ചാണോ പോകുന്നത്? ഇരട്ടി പൈസയാണോ വാങ്ങുന്നത്? ഇരട്ടി പൈസയാണ് മേടിക്കുന്നത്. അറിഞ്ഞില്ലായിരുന്നു, ഇതിങ്ങനെ ആക്കിയത് അറിഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ 2 തവണ മാറ്റി വെച്ചിരുന്നില്ലേ? അതെ അറിഞ്ഞില്ലായിരുന്നു. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇരട്ടി തുകയാണ്. ആ വാഹനത്തിന് 80 രൂപയാണ് ഫാസ്ടാഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചാർജായി നൽകേണ്ടി വരുന്നത്. എന്തായാലും അടുത്ത വാഹനം ഈ നിര പൂർണ്ണമായും നമുക്ക് കാണാം. പണം നൽകി ഫാസ്ടാഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പണം നൽകി കടന്നു പോകുന്ന നിരയാണ്. ഇരട്ടി പണമാണ് ഇവർ നൽകേണ്ടി വരുന്നത്. കുറച്ച് പേർക്ക് ഫാസ്ടാഗ് ഉണ്ടോ? എന്നിട്ട് ഫാസ്ടാഗ് ഉണ്ട്, പക്ഷെ റീചാർജ് ചെയ്യാൻ ഫെഡറൽ ബാങ്കിന്റെ ആയിരുന്നു. ഇവിടെ 9 മണിക്ക് കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അത് തുറന്നു കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഫുൾ ടൈം ഒരു റീചാർജിങ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രശ്നം വരുന്നില്ല. റീചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതിനോടനുബന്ധിച്ചുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫാസ്ടാഗ് ഉണ്ട്, പക്ഷേ ഇവിടെ എനിക്ക് മൊബൈലിൽ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇഷ്യൂ വരുന്നത്. അപ്പം ഇവിടെ ഫെസിലിറ്റി തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു.
അതാണ് ഒരു പ്രശ്നം. ഈ വാഹനം ഇപ്പോൾ ഫാസ്ടാഗ് ഉള്ള വാഹനമായിരുന്നു, പക്ഷേ റീചാർജ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 9 മണിക്ക് ബാങ്ക് തുറങ്ങുമ്പോൾ മാത്രമേ റീചാർജ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. മൊബൈലിലൂടെയും മറ്റും ഇത്തരം ഇടപാടുകൾ നടത്താൻ കഴിയാത്തവർക്ക് രാവിലെയും അല്ലെങ്കിൽ അർദ്ധരാത്രിയിലുമൊക്കെയായി ഈ ഫാസ്ടാഗിൻ്റെ ബാലൻസ് തീർന്നു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. അത്തരം സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ഇവിടെ വന്ന പല വാഹന ഉടമകളും നമ്മളോട് അത് വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തരം ഒരു നിയമം അർദ്ധരാത്രിയിൽ ശക്തമായി നടപ്പിലാക്കുമ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇത് റീചാർജ് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങളടക്കം ഏർപ്പെടുത്തണമെന്ന കാര്യവും അനീഷ് ഏതായാലും ഈ പറയുന്നത് പോലെ അനീഷ് ഇപ്പോൾ പറയുന്നത് പോലെ തന്നെയാണ് യാത്രക്കാരിൽ പലരും പറയുന്നത്. കാരണം ഫാസ്ടാഗ് ഉള്ളതിന്റെ പൈസ തീർന്നിട്ടുള്ളത്, അതോടൊപ്പം തന്നെ ചിലപ്പോൾ റീചാർജ് ചെയ്യാനുള്ള സൗകര്യമില്ലാത്തതിനെ കുറിച്ചും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അനീഷ് നിൽക്കുന്ന ആ വരി എത്രത്തോളം ഉണ്ട് അനീഷ്? ഈ ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾ ഇപ്പോൾ നമുക്ക് ക്യാമറ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് 1-2 വാഹനങ്ങളെ കാണുന്നുള്ളൂ. അതങ്ങ് നീണ്ട ഒരു നിരയുണ്ടോ? എന്താണ് പിന്നിലൊക്കെ ഉള്ളവർ പറയുന്നത് അനീഷ്? സുരേഷ്, നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ ഏതാണ്ട് സുഗമമായി തന്നെ യാത്ര നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യമായൊരു തിരക്ക് ഒരിടത്തും അനുഭവപ്പെടുന്നില്ല. അല്പമെങ്കിലും വാഹനങ്ങളുടെ നിരയുള്ളത് ഒരുപക്ഷെ പണം നൽകി പിഴ നൽകി പോകുന്ന ഇടത്ത് മാത്രമാണ്. രാവിലെ ഈ KSRTC വാഹനങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട നേരിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. വാഹനങ്ങൾ ആദ്യഘട്ടത്തിൽ ചില KSRTC ബസ്സുകൾ പണം നൽകിയാണ് ഇതിലെ കടന്നുപോയത്. ഇതിനുശേഷമാണ് സർക്കാർ ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് എന്നും ഉള്ള നിർദ്ദേശം പോലീസും മറ്റും ഇടപെട്ട് ടോൾ പ്ലാസ അധികൃതരെ അറിയിച്ചത്. അതേ തുടർന്ന് വാഹനങ്ങളുടെ എണ്ണം, വാഹനങ്ങളുടെ നമ്പർ എഴുതി വെച്ചാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. KSRTC വാഹനങ്ങളിൽ എന്തായാലും ഈ ഘട്ടത്തിൽ പണം ആവശ്യപ്പെടുന്നില്ല. എന്തായാലും ചില ആളുകൾ കൊടിയൊക്കെയായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഞങ്ങളുടെ ഈ ഫാസ്ടാഗ് കൊള്ള അനുവദിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ സാധാരണക്കാർ ജനങ്ങൾ ഫാസ്ടാഗ് എടുക്കാൻ സംവിധാനം ഇല്ലാത്ത ആളുകളുണ്ട്. അവർ ഇതിലെ പോകുമ്പോൾ കൊള്ളലാഭം കൊടുത്ത് ഈ ലൈനിൽ കൂടി പോകുന്നത് തെറ്റായ കീഴ്വഴക്കമാണ്. അത് അനുവദിക്കാൻ പാടില്ലെന്നാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തീരുമാനം. ഈ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഓരോ ജനങ്ങളുടെയും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പോരാട്ടം PDPയുടെ ഭാഗത്തുനിന്ന് പല പ്രാവശ്യങ്ങളും പല മേഖലകളിലും. അനീഷ്, ഏതായാലും പ്രതിഷേധവുമായി PDP പ്രവർത്തകരാണ് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത്. ഏതായാലും കുമ്പളം ടോൾ പ്ലാസയിൽ, അരൂർ ടോൾ പ്ലാസയിൽ വലിയ തിരക്കില്ല. അനീഷാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ തിരക്കുണ്ട്, അതോടൊപ്പം തന്നെ വാളയാറിലും നേരിയ തിരക്ക് രാവിലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പലയിടത്തും ഇപ്പോൾ അതൊരു സാധാരണ നിലയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ടോൾ പ്ലാസകളിൽ സാധാരണ നിലയിലേക്ക് യാത്ര വന്ന് കഴിഞ്ഞാൽ പോലും വാഹനങ്ങൾ ഓടിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമായിരിക്കില്ല. കാരണം ഇന്ധനവില തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ 9ാം ദിവസമായിട്ടുള്ള ഇന്ന് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. പെട്രോളിന് ലിറ്ററിന് 30 പൈസയും ഡീസലിന് 37 പൈസയുമാണ് കൂട്ടിയത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില ഇതോടുകൂടി 91 രൂപ 24 പൈസയും ഡീസലിൻ്റെ വില 85 രൂപ 56 പൈസയുമായാണ് വർദ്ധിച്ചത്. കൊച്ചിയിൽ പെട്രോളിന് 89 രൂപ 49 പൈസയും ഡീസലിന് 84 രൂപ 6 പൈസയുമായിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനയാണ് ഇന്ധന വില വർധനയുടെ കാരണമെന്നും എണ്ണ കമ്പനികൾ പറയുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ന് ബാരലിൻ്റെ വില $63 വർദ്ധിച്ചത്. അതേസമയം ഇന്ധനവില വർധനയ്ക്കെതിരെ സംസ്ഥാനത്ത് ഇന്ന് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടികൾക്ക് മുതിർന്ന നേതാക്കൾ നേതൃത്വം നൽകും. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലാണ് ഉപവാസ സമരം നടത്തുക. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. 10 മണിയോടുകൂടിയാണ് പ്രതിഷേധ പരിപാടികൾ തുടങ്ങുക. ഇനി ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com. ന്യൂസ് അപ്ഡേറ്റ് തുടരുന്നു. അങ്കത്തട്ടിൽ ആരൊക്കെ? ഐശ്വര്യ കേരള യാത്രയുടെ ഭാഗമായി രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. അതുപോലെയാണ് നെല്ല് സംഭരണം എന്നും ഒരു കീറാമുട്ടിയാണ്. നെല്ലെടുക്കാൻ ആളില്ല, നെല്ലെടുക്കാൻ താമസിക്കുന്നു, എടുത്തതിന് പണം കൊടുക്കുന്നില്ല. ഇങ്ങനെ നെല്ലിൻ്റെ കാര്യത്തിലും ഗവൺമെൻറ് വലിയ തോതിലുള്ള അനാസ്ഥയാണ് കാട്ടിയിട്ടുള്ളത്. ഒരു പോയിന്റോടെ ടൂൾ കിറ്റ് കേസിൽ
വളരെ ഗൗരവതരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ടൂൾ കിറ്റ് പ്രചരണത്തിൻ്റെ പേരിൽ യുവാക്കളെയും പരിസ്ഥിതി പ്രവർത്തകരെയും കൽത്തുറുങ്കിലടയ്ക്കുന്ന കേന്ദ്ര നടപടി ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. പരിസ്ഥിതി പ്രവർത്തകയായ ദിശ രവിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. ബോംബെ മലയാളി ആയ നികിത ജേക്കബിനെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്ര സ്വദേശിനിയായ ശന്തനുവിനെതിരെയും അറസ്റ്റ് വാറണ്ടുണ്ട്. രാജ്യത്ത് മോഡി ഗവൺമെന്റ് അഭിപ്രായം പറയുന്നവരെ നിശബ്ദരാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇത് ഫാസിസമാണ്, ജനാധിപത്യത്തെ കുഴിച്ചു മൂടാനുള്ള നടപടിയാണ്. ഇത് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കർഷക പ്രക്ഷോഭത്തെ പ്രതിപക്ഷ നേതാവ് ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ടൂൾ കിറ്റ് കേസിനെ കുറിച്ചാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞത്. തൊട്ടു മുൻപ് അദ്ദേഹം പറഞ്ഞത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലാകില്ല, സഹകരണ ബാങ്കുകളെല്ലാം തന്നെ ലയിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആ രീതി പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. UDF അധികാരത്തിൽ വന്ന് കഴിഞ്ഞാൽ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മറ്റു വാർത്തയിലേക്ക്. ഇടതുമുന്നണി കൺവീനർ വിജയരാഘവൻ നയിക്കുന്ന വടക്കൻ മേഖല ജാഥ ഇന്ന് കണ്ണൂരിലാണ് പര്യടനം പൂർത്തിയാക്കുക. രാവിലെ പിണറായിയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥയ്ക്ക് ഉച്ചയ്ക്ക് കൂത്തുപറമ്പിൽ സ്വീകരണം നൽകും. വൈകിട്ട് ഇരിട്ടിയിലെ പൊതുയോഗത്തോടെ വികസന മുന്നേറ്റ ജാഥ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി വയനാട്ടിലേക്ക് പ്രവേശിക്കും. അതേസമയം ബിനോ വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ഇന്ന് എറണാകുളം ജില്ലയിലാണ് പര്യടനം തുടരുന്നത്. പെരുമ്പാവൂർ, കോലഞ്ചേരി, പിറവം, മൂവാറ്റുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിലാണ് ജാഥ ഇന്ന് പര്യടനം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. തെരഞ്ഞെടുപ്പിൽ LDFനോട് ആവശ്യപ്പെടേണ്ട സീറ്റ് എത്ര എന്നത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക ചർച്ചകൾ യോഗത്തിലുണ്ടാക്കും. പാലായിൽ മാണി സി കാപ്പന്റെ വെല്ലുവിളിയെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളും യോഗം ചർച്ച ചെയ്യും. ഇനി കോവിഡ് വാർത്തകളിലേക്കാണ്. കോവിഡ് ലക്ഷണങ്ങളുള്ളവർക്ക് RT-PCR പരിശോധന നിർബന്ധമാക്കിക്കൊണ്ട് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നു. ലക്ഷണങ്ങളുമായി എത്തുന്നവരിൽ നിന്ന് ആദ്യം തന്നെ 2 പരിശോധനകൾക്കും ആവശ്യമായിട്ടുള്ള സാമ്പിൾ ശേഖരിക്കണം എന്നും നിർദ്ദേശമുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ ഇന്ത്യ വികസിപ്പിച്ചിട്ടുള്ള കോവിഷീൽഡ് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ലോകവ്യാപകമായി കോവിഷീൽഡ് ഉപയോഗിക്കാൻ ലോകാരോഗ്യ സംഘടന അനുമതി നൽകി. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന് പൂനെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച വാക്സിൻ അവികസിത രാജ്യങ്ങൾക്ക് അനുയോജ്യമാണെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. കോഴിക്കോട് കൊടിയത്തൂരിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്തു കൊന്നു. ഭർത്താവ് പഴംപറമ്പ് നാട്ടിക്കല്ലിൽ ഷഹീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംശയരോഗമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൂടുതൽ വിവരങ്ങളുമായി ആസാദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആസാദ്, അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സുരേഷ്, ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഷഹീർ തന്റെ ഭാര്യയെ കൈത്തറുത്ത് കൊന്ന വിവരം പുറത്തറിയുന്നത്. വീട്ടിൽ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയതിനു ശേഷം ഇന്ന് രാവിലെ പുലർച്ചെ ഇവരുടെ റൂമിൽ നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇവരുടെ ബന്ധുക്കൾ പോയി വാതിലിന് മുട്ടിയെങ്കിലും ഷഹീർ വാതിൽ തുറക്കാൻ തയ്യാറായില്ല. പിന്നീട് തൊട്ടടുത്തുള്ള ബന്ധുക്കളെല്ലാം വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ഷഹീർ വാതിൽ തുറന്നത്. വാതിൽ തുറന്ന് നോക്കുന്ന സമയത്ത് മുസ്ലില ചോരയിൽ കൈത്തറുത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ മുസ്ലിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ഷഹീർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഷഹീറിനെ ബന്ധുക്കൾ തന്നെ പിടിച്ച് മുക്കം പോലീസ് വിവരം അറിയിക്കുകയും മുക്കം പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കൊടിയത്തൂർ പഞ്ചായത്തിലെ പഴംപറമ്പ് സ്വദേശിയാണ് ഷഹീർ. മലപ്പുറം ജില്ലയിലെ ഒതായി സ്വദേശിയാണ് 20 വയസ്സുകാരിയായ മുസ്ലില. 6 മാസം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. സംശയ രോഗമാണ് ഈ കൃത്യത്തിന് കാരണമെന്നാണ് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത്. അതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. ഏതായാലും അതേക്കുറിച്ച് പോലീസ് കൂടുതലായി അന്വേഷിക്കുന്നുണ്ട്. 6 മാസം മുൻപ് മാത്രമാണ് ഇവരുടെ വിവാഹം നടന്നത്. വിവരങ്ങളാണ് ആസാദ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക് വന്നാൽ, ഗ്രറ്റ ടൂൾ കിറ്റ് കേസിൽ ഡൽഹി പോലീസ് അന്വേഷിക്കുന്ന മലയാളി അഭിഭാഷക നികിത ജേക്കബിന്റെയും സാമൂഹിക പ്രവർത്തകൻ
ശന്തനുവിൻ്റെയും ഹർജികൾ ഇന്ന് ബോംബെ ഹൈക്കോടതി പരിഗണിക്കും. അറസ്റ്റിൽ നിന്ന് 4 ആഴ്ചയ്ക്ക് സംരക്ഷണം വേണം എന്നാണ് ഇവരുടെ ആവശ്യം. നികിതയുടെ ഹർജി ബോംബെ ഹൈക്കോടതിയുടെ മുംബൈ ബെഞ്ചും മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലക്കാരനായ ശന്തനുവിൻ്റെ ഹർജി നാഗ്പൂർ ബെഞ്ചുമാണ് പരിഗണിക്കുന്നത്. നികിതയും ശന്തനുവും ചേർന്നാണ് ടോൾ കിറ്റ് തയ്യാറാക്കിയത് എന്നും കേസിൽ അറസ്റ്റിലായ ദിശ രവിക്കൊപ്പം ചേർന്ന് പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റോ അയച്ചു കൊടുത്തത് എന്നുമാണ് ഇവർ പറയുന്നത്. ഡൽഹി പോലീസിന്റെ ആരോപണമാണ് ഇത്. ഖാലിസ്ഥാനി ഗ്രൂപ്പുകളുമായി ഇവർ ചേർന്ന് പലതരത്തിലുള്ള സൂം മീറ്റിംഗ് നടത്തിയെന്നും FIR-ൽ പറയുന്നുണ്ട്. ഇനി കായിക വാർത്തകൾ.